ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രേണു സുധി കിച്ചുവിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെ ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ, നല്ല വശവും ചീത്ത വശവും എല്ലാവരിലും ഉണ്ടാകും. ആരും നല്ലവരില്ല ലോകത്ത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണ് കേട്ടോ. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. 26-ാമത്തെ വയസ്സിൽ വിധവയായ ഒരു പെണ്ണാണ്. എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. ഒരാൺകുഞ്ഞും 2 പെൺപിള്ളേരും. ആൺകുഞ്ഞ് 14-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അവന് ബ്ലഡ് ക്യാൻസറായിരുന്നു. ഞാൻ ഈ കടമ്പയൊക്കെ കടന്നു വന്ന അംഗപരിമിതി ഉണ്ട് എനിക്ക്. എൻ്റെ 6-ാമത്തെ വയസ്സിൽ പോളിയോ വന്ന് കൈ രണ്ടും തളർന്ന ഞാൻ ഈ ഇത്രയും 52 വയസ്സായി. ഇത്രയും കാലഘട്ടത്തിൽ എൻ്റെ 2 പെൺപിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്ന അത്രയും പഠിപ്പിച്ചു. മാക്സിമം 2 പേരുടെയും കല്യാണവും കഴിഞ്ഞു. വിധവയാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് രേണു ഒരിക്കൽ റീൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ സ്ത്രീയായ എനിക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാണിനോട് നമുക്ക് പരസ്യമായിട്ട് മിണ്ടാൻ പറ്റില്ല. ഈ കാലഘട്ടങ്ങളിലും ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്, സഹായിക്കുന്നവരും ഉണ്ട്. പിന്നെ പറ്റുമെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുക. അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ രേണുവിനുള്ളത്. അതുകൊണ്ട് എൻ്റെ മോനെ കിച്ചു, നീ ഈ റീലൊക്കെ ഇട്ട് നിനക്കും കിട്ടുന്നുണ്ട് വരുമാനം, രേണുവിനും വരുമാനം കിട്ടുന്നുണ്ട്. നിങ്ങളതുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുക. നിന്നെ ഒരു പ്രാവശ്യമെങ്കിലും മോനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിൻ്റെ അമ്മ തന്നെ. റിതപ്പൻ നിൻ്റെ രക്തബന്ധമാണ് ഇല്ലേ, നീ ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പോൾ അന്യോന്യം പരസ്പരം കുറ്റങ്ങളെ വലിച്ചഴച്ച് മീഡിയയ്ക്കകത്ത് കൊണ്ടുവന്ന് കടുക് വറക്കുന്നത് വരെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ജീവിക്കുന്നത് എന്തിനാ? ഈ സമൂഹത്തിൽ എന്തെല്ലാം തിന്മകൾ നടക്കുന്നു. നിങ്ങൾ മാത്രമാണോ തിന്മ ചെയ്യുന്നവരുള്ളത്? അല്ല നിങ്ങളുടെ ഭാഗത്ത് മാത്രമാണോ കുഴപ്പങ്ങൾ? അല്ല. അപ്പോൾ രേണു അവൻ്റെ നെഗറ്റീവൊക്കെ വിളിച്ച് കാണിച്ച് ആ കുഞ്ഞിനെയും വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ച്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ നല്ലവണ്ണം ജീവിക്കാൻ നോക്ക്. 2 പേരും പരസ്പരം ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുടെ ചൂഷണം കേട്ടിട്ട് അതും ഇതും പറഞ്ഞ് മീഡിയയിലിട്ട് എന്തിനായി ഈ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നത്? സഹതാപം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ല മോനെ. 26-ാമത്തെ വയസ്സിൽ വിധവയായ ഒരു സ്ത്രീയുടെ വാക്കായത്. സഹതാപം നമ്മളെ ജീവിപ്പിക്കുകയല്ല, നമ്മളോട് കൂടുന്നവർ നമ്മളെ മുതലെടുക്കാൻ നോക്കത്തേ ഉള്ളൂ. അപ്പം 52 വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങളെ ഇങ്ങനെ മീഡിയയിലിട്ട് വലിച്ചഴച്ച് എന്ത് നേടാനാണ്? നിങ്ങൾ കാണിക്കുന്ന റീൽസുകൾ കാണിച്ച് നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യും, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അന്യോന്യം ഇങ്ങോട്ട് വഴക്ക് പിടിക്കുന്നതും പോരാടുന്നതും പൊരുതുന്നതും കുറ്റം പറയുന്നതും വലിച്ചു കീറുന്നതും ഒക്കെ നിർത്തും. റിതപ്പനോട് കൂടി പറയുക, മാനെ എനിക്ക് നിൻ്റെ പ്രായമല്ല, 26-28 വയസ്സിപ്പോൾ അവനുണ്ടേ കാണണം എൻ്റെ ദീദിയിൽ, അങ്ങനെ കരുതി പറയുക. പെറ്റമ്മ ഈ 10അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല എന്നൊരു വാക്കുണ്ട്. എന്തായാലും നിന്നെ അവൾ ചേർത്ത് പിടിച്ചു 11-ാമത്തെ വയസ്സിൽ. അതൊരു നന്മയുടെ ഭാഗം തന്നെ. അപ്പം ഒരിക്കലും അന്യോന്യം പോരുകുത്തിയും പഴികുത്തിയൊക്കെ ജീവിക്കാതെ മനസ്സമാധാനത്തിൽ ജീവിക്കാൻ നോക്കണം. ഇനി ഒരിക്കലും രേണുവിനെ കുറ്റം പറയുന്നൊരു വാക്ക് കിച്ചുവിൽ നിന്നുണ്ടാകരുത്. കാരണം അവർ അതികഠിനമായ സംഘർഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവരെ നീ ചേർത്ത് പിടിക്കണം കേട്ടോ. റിതപ്പനെ നല്ലത് വരട്ടെ, 2 കൂട്ടർക്കും നന്മ നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. രേണു തിരിച്ചു വരട്ടെ എത്രയും പെട്ടെന്ന്. അവളുടെ കുഞ്ഞ് റിതപ്പനെ അവൾക്ക് വളർത്തണ്ടേ. അപ്പം അവൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ, റിക്കവറാകട്ടെ. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. നല്ലത് മാത്രം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.